പടച്ചതല്ലേ വലിപ്പ ചിരിച്ചതല്ലേ തോൽക്കേനു തിളച്ചതല്ലേ നീ ഓക്കേ സൊല്ലേടി അടവമ്മലേ അടവമ്മലേ ഫെയറി ടെയിലിൻ കോട്ടിവളേ അടവമ്മലേ അടവമ്മലേ ഫീൽ ഗുഡിൽ ഞാൻ തീർക്കാം ക്ലൈമാക്സ് നീ നിന്റെ ചേട്ടന്റെ സ്റ്റോറി കണ്ടായിരുന്നോ? അയ്യേ, എന്ത് സ്റ്റോറിയാടി? ഏത് സ്റ്റോറി? ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ കണ്ടില്ലാടി. അതെപ്പോഴായിട്ടെ? ഇന്നലെ ഞാൻ ഫോൺ എടുത്തപ്പോ നിന്റെ ചേട്ടന്റെ റിക്വസ്റ്റ് ഉണ്ട്, ഞാൻ അക്സെപ്റ്റ് ചെയ്തതാ. പിന്നെ ഉറങ്ങാൻ കിടന്നപ്പോ സ്റ്റോറി ഇട്ടേക്കുമായിരുന്നു. അപ്പൊ അതെടുത്ത് നോക്കിയപ്പോ അയ്യേ, സ്റ്റോറി. ഇതിന്റെ ചേട്ടൻ ഇങ്ങനെയാണോ? അവരെ എഡിറ്റ് ചെയ്തോണ്ടിരിക്കാൻ ഞാൻ കണ്ടായിരുന്നു. ഒരു ബൈക്കിന്റെ ചാരി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് യൂണിഫോമില് ഇരിക്കണ ഒരു ഞാൻ അവർക്കുണ്ട് എഡിറ്റ് ചെയ്തോണ്ടപ്പോ എനിക്ക് കാണിച്ചു തന്നു. അത് തന്നെ എന്നെ ഫോട്ടോ. അത് അതിന്റെ ഫിൽറ്റർ സ്നാപ്ചാറ്റിലെടുത്ത് ഫിൽറ്റർ ഡൗൺലോഡ് ചെയ്തു. എടി, പിന്നെ നീ വേറൊരു സംഭവം കേട്ടായിരുന്നോ? എൻ്റെ അടുത്ത് ഇന്നലെ ഏട്ടൻ പറഞ്ഞതാ, എന്തോ സ്കൂളിലൊന്ന് പുതിയതായിട്ട് എന്താ വന്നോ? നീ കേട്ടായിരുന്നോ? സ്കൂളിൽ എന്താ പുതിയതായിട്ട് പറഞ്ഞേനാന്ന് പറഞ്ഞില്ലല്ലോ. നിന്റെ അടുത്ത് ആരൊന്നും പറഞ്ഞില്ലല്ലോ. എടി, നീ നിന്റെ ചേട്ടനോട് ഒരു കാര്യം റെക്കമെൻഡ് ചെയ്യോ? അത് നീ ഇതൊന്ന് പറയണം. നിനക്ക് മാത്സ് ഒന്നും അറിയില്ല, നിനക്കൊന്ന് പറഞ്ഞിരിക്കുന്നു. നിന്റെ ചേട്ടന് മാത്സ് അറിയാലോ. അപ്പോ ഞാനും നിന്റെ അടുത്ത് ചുമ്മാ ഇരിക്കണം. അപ്പൊ എനിക്ക് പഠിക്കാനോ? ശരിക്കും എനിക്ക് പഠിക്കാനാണ്. ഇപ്പൊ മാത്സ് ചോദിക്കുമ്പോ എന്റെ ഓറ പോവില്ലേ? എടി മീനാക്ഷി, നിന്റെ ചേട്ടൻ എന്തേ? ഏട്ടൻ നിങ്ങൾക്ക് പനിയായതുകൊണ്ട് നിങ്ങൾ സ്കൂളിൽ വല്ലാതെ പറഞ്ഞിട്ട് ഏട്ടൻ സ്കൂളിൽ വരാണ്ട് വീട്ടിലിരിപ്പുണ്ട്. ഞാൻ എപ്പോഴും ലീവ് എടുക്കുമെന്ന് പറഞ്ഞേ? ഞാൻ പനിയാന്ന് മാത്രമല്ലേ പറഞ്ഞോളൂ. ഇന്നലെ രാത്രി തന്നെ പനിയൊക്കെ പോയി. ഈ പട്ടീനെ കൊണ്ട് വല്ലാത്ത കഷ്ടമായിട്ടുണ്ടല്ലോ. അളിയാ, ദേന വന്നു. ശ്വാസായി. ഞാനോർത്തു ഞാൻ അസൈൻമെൻറ്റ് വീട്ടിൽ നിന്ന് എടുത്തതുമില്ല, ഞാൻ മാത്രം പെട്ടുപോകുമെന്ന് ഓർത്ത് പോയി. സമാധാനം. അസൈൻമെൻറ്റോ? എന്ത് അസൈൻമെൻറ്റോ? ആരുടെ അസൈൻമെൻറ്റ്? എന്തിൻ്റെ? ആരാന്നേ? ബെസ്റ്റ്. നീ അപ്പോൾ അസൈൻമെൻ്റ് ഉള്ള കാര്യം പോലും പറഞ്ഞിട്ടില്ല അല്ലേ? സമാധാനമായി. നമുക്ക് രണ്ടുപേർക്കും കൊള്ളായിരുന്നു. മനു ഇവിടെ ഒന്നും ഇല്ലല്ലോ അല്ലേ? ദൈവമേ, പൊക്കല്ലേ. ഇത് കായോട് ചേട്ടനല്ലേ? ഇവളെന്തിനാ എനിക്ക് മെസ്സേജ് അയച്ചേക്കണേ? മീനാക്ഷി, ഇത് ഞാനാ, കാർത്തികയുടെ ചേട്ടൻ. നമ്മൾ നേരത്തെ അടിയുണ്ടാക്കിയൊക്കെ നടന്നിട്ടുണ്ട്. ബട്ട് എനിക്കൊരു ഫണ്ണായിരുന്നു. നമുക്ക് ഫ്രണ്ട്സായി ഇരുന്നൂടെ? ചേട്ടാ, വീട്ടിലൊക്കെ അവിടെ നമുക്ക് ഫ്രണ്ട്സായിട്ട് ഇരിക്കാം. പിന്നെ എനിക്ക് മാത്സ് പറഞ്ഞു തരണം. പക്ഷെ കാര്യം അറിയാൻ കാര്യം അറിയാൻ പാടില്ല, കാരണം എൻ്റെ ഓറ പോകും. റിപ്ലൈ വന്നല്ലോ. ചേട്ടാ, നമുക്ക് ഫ്രണ്ട്സായിട്ട് ഇരിക്കാം. പിന്നെ എനിക്ക് മാത്സ് പറഞ്ഞു തരണം, പക്ഷെ കാര്യം എടുത്ത് പറയാൻ പാടില്ല, കാരണം എൻ്റെ ഓറ പോവും. ഓറയോ? ആയിക്കോട്ടെ, ഞാൻ അവളോട് പറയൂല. ഞാൻ മാത്സ് പറഞ്ഞു തരാം. എൻ്റെ ചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അങ്ങേരോടൊന്നും പറയണ്ട. നമ്മൾ മെസ്സേജ് അയക്കുന്ന കാര്യം കാര്യനോടും പറയണ്ട. നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. ആയിക്കോട്ടെ. പിന്നെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കണ്ട കേട്ടോ. ഇതാണ് എൻ്റെ നമ്പർ. ഇത് സേവ് ചെയ്തിട്ടോ. ഇനി ഇതിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ. നാളെ സ്കൂളിൽ ഞങ്ങളുടെ
ലൈബ്രറിയിൽ വരാം. എനിക്ക് എവിടെ അവിടെ വെച്ച് മാത്സ് പറഞ്ഞു തരുമോ? ആ ഓക്കെ, പക്ഷേ മത്തായി സാറ് പിടിച്ച നമ്മളെപ്പറ്റി ഇല്ലാത്തത് പറയും. ഇയാൾക്ക് പിടിക്കൊന്നുമില്ല. അങ്ങേർക്ക് അപ്പോൾ ക്ലാസ് ഉണ്ടാകും. ഞാൻ പോവാ, എനിക്ക് പഠിക്കാനുണ്ട്. നാളെ ഒരു ടെസ്റ്റ് ഉണ്ട്. ശരി എന്നാ, ബൈ. ഓ എൻ്റെ ദൈവമേ, ഇനി എനിക്ക് എന്താ വേണ്ടേ? മനുവേട്ടാ, ഇന്ന് നിങ്ങൾ ലഞ്ച് നിങ്ങൾ നേരത്തെ വീട്ടിൽ നിന്ന് പോയില്ലേ, അതുകൊണ്ട് അമ്മക്ക് തരാൻ പറ്റിയില്ല. ഇന്ന് അമ്മ എന്തിനാ തന്നത്? ആടി താങ്ക്സ്. രാവിലെ എനിക്ക് ട്യൂഷൻ ക്ലാസ്സിലൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു, അതാ നേരത്തെ പോണ്ടി വന്നത്. ആ ഏട്ടാ, സോറി പെങ്ങളെ, ലാബിലേക്കുള്ള ഓട്ടാ, ഓൾറെഡി ലേറ്റാ അതാ. എന്തേലും പറ്റിയോടി? കയ്യിലവൻ തട്ടിയേ? എന്നതാണ് സർക്കാർ നീ കാണിക്കണേ? ആ പെണ്ണിനെ കെട്ടിപ്പിടിച്ച് നിൽക്കണോ? ദൈവമേ മത്തായി, നിങ്ങളൊക്കെ സ്കൂളിൽ പറഞ്ഞ പഠിക്കാനാണോ അത് പ്രേമിക്കാനാണോ? വാ 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 വാ, ഇപ്പം തന്നെ പ്രിൻസിപ്പളിൻ്റെ ഓഫീസിലേക്ക് പോകണം. പ്രേമ സാറേ ഇത്? ഓ, ഇനി അടുത്തത് എക്സ്പ്ലനേഷൻ ആയിരിക്കും. നിൻ്റെ ചെറിയമ്മയുടെ മോളെ നിൻ്റെ കസിനെ നിൻ്റെ മറ്റവളാന്നൊക്കെ അല്ലേ? എനിക്ക് ഒന്നും കേൾക്കണ്ട, ഇപ്പം തന്നെ പ്രിൻസിപ്പളിൻ്റെ ക്യാബിനിലേക്ക് പോവാം. എൻ്റെ പൊന്ന് സാറേ, ഇതെൻ്റെ പെങ്ങളാ. എനിക്കിന്ന് രാവിലെ ട്യൂഷൻ ക്ലാസ്സിൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൂടെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അമ്മ ലഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലഞ്ച് ഇവക്കടയിൽ കൊടുത്തു വിട്ടത്, അത് ഇവിടെ എനിക്ക് തരാൻ വേണ്ടി വന്നതാ. അപ്പോൾ ഒരു ചെറുക്കൻ ഇവിടെ തട്ടിയിട്ടു, ഇവിടെ എൻ്റെ മേത്തേക്ക് വീണു. അപ്പോഴാണ് സാർ ഇത് കണ്ടിട്ട് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയണേ. ഇതിൻ്റെ അനിയത്തിയാ, സ്വന്തം അനിയത്തി. സ്വന്തം അനിയത്തിയായിരുന്നു. ആ ബെല്ലടിച്ചു. ക്ലാസ്സിൽ പോയിക്ക് രണ്ടുപേരും. ഏട്ടാ, ഞാൻ ക്ലാസ്സിൽ പോവാം. ഓക്കെ സാർ. ഇതാരാ? ഇയാളോ? എന്നാ? അയ്യോ മത്തായി പോയിട്ടില്ല, ഒച്ച ഉണ്ടാക്കല്ലേ. ബാ, സ്റ്റെയറിൻ്റെ ബാക്കിലേക്ക് വാ. എന്താ പറ, എനിക്ക് ക്ലാസ് ഉണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, ചുമ്മാ ഫണല്ലേ. ഫണ്ണാ? സാറിന്റെ മൂട്ടിൽ വന്ന് നിന്നിട്ട് ഫണ്ട് കളിക്കുന്നത്? അയ്യോ, നീ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ സാറിന് ഡൗട്ട് അടിക്കുന്നുണ്ട്. ഇത്രയും നേരിട്ട് ക്ലാസ്സിൽ എത്താത്ത നിർത്ത്. നേരെ പോട്ടെ, അല്ലെങ്കിൽ നമുക്ക് സ്റ്റെയർ വഴി താഴത്തേക്ക് ഇറങ്ങി പോയിട്ട് മറ്റേ സ്റ്റെയറിൽ മുകളിലേക്ക് പോയാലോ? എന്തിനാ എൻ്റെ പെണ്ണെ ഇത്രയും ടെൻഷനൊന്നും അടിക്കണ്ടെന്നേ. ഇയാൾക്കുടെ പെണ്ണോ? എപ്പം മുതലോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. എങ്കിൽ വല്ലവൻ്റെയും പെണ്ണ്, നീ ഇവിടെ നിൽക്ക്, പിടിക്കൊന്നുമില്ല, അയാളിപ്പോൾ തന്നെ പോയി. Tarantino പടച്ചതല്ലേ, ടുവാലിപ്പ ചിരിച്ചതല്ലേ, വോൾക്കനോ തിളച്ചതല്ലേ, നീ okay സൊല്ലേടി. അടവമ്മാലേ fairy tale in കോട്ടിവളേ. അടവമ്മാലേ feel good till ഞാൻ തീർക്കാം climax. അളിയ ചെല്ല്, അവൾ ഒറ്റയ്ക്കാ നിൽക്കണത്. ചെല്ല്, ഇപ്പോൾ ബെസ്റ്റ് സമയാ. ഇപ്പോഴോ? എടാ, നീ വേറെ വല്ല ഐഡിയയും പറ, ഇതൊന്നും പറ്റൂല. സ്വന്തം പെങ്ങളെ വിളയ്ക്കാൻ അളിയന് ഐഡിയ പറഞ്ഞു കൊടുക്കണ ഏറ്റവും ഗതികെട്ട ആളെ ഞാനായിരിക്കും. ചെന്ന് ഇപ്പോൾ പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യൂല. അങ്ങനെ പറഞ്ഞൂടാ. ശിവനേ, എനിക്ക് ശക്തി തരൂ. ഞാൻ പറയാൻ പോവാടാ. ചെല്ല. അയ്യോ. എടാ ദേടാ, മത്തായി വടിയും കൊണ്ട് വന്നേക്കണോ, ഓടിക്കോ. എന്റെ പുറം പൊളിഞ്ഞു, എന്നെ അടിയത്. അളിയ മതിയടാ, 3 നില ഓടിക്കേറി. എടാ, എൻ്റെ പുറത്ത് പാട് വന്നു നോക്കിയടാ. എവിടെ നോക്കട്ടെ. കുഴപ്പമൊന്നുമില്ല, സെറ്റാലോ. ചെറിയ 2 പാടുണ്ട്. അന്ന് കിട്ടിയപ്പോൾ 4-5 കിട്ടിയിട്ടില്ല എന്തായാലും. എന്നാ അടിയാടാ. ഈ പാപമൊക്കെ അയാൾ എവിടെ കൊണ്ട് കഴുകിക്കളയുമോ? പൊളിഞ്ഞു പോയി. ഞാൻ ഒരു നിമിഷം സ്റ്റെക്കായിപ്പോയി. കാരു, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എടി, നിന്റെ ചേട്ടനില്ലേ കാർത്തി? കാർത്തിക്ക് നിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ എൻ്റെ പെങ്ങളായ മീനുവിനോട് അസ്ഥിക്ക് പിടിച്ച പ്രേമ. അവൻ ഇഷ്ടമൊക്കെ പറയാൻ പോയതാ, ഇന്ന് പറയാൻ പോയി.
എന്നിട്ട് ആ മത്തായി പൊക്കി അവരടിയൊക്കെ കിട്ടിയും അതൊക്കെ കണ്ടാൻ വിട്ടു. അപ്പോൾ നീ എന്തൊരു ഐഡിയ പറഞ്ഞു തരുമോ അവരെ സെറ്റാക്കാൻ? അവളെ പ്രപ്പോസ് ചെയ്യാൻ എന്തൊരു ഐഡിയ എൻ്റെ കയ്യിൽ പറഞ്ഞു തരുമോ? ഐഡിയാസ് നാളെ രാവിലെ നമ്മൾ ഇങ്ങോട്ട് വരില്ലേ, അപ്പോൾ ഞാൻ പറയാം. ഞാൻ കണ്ട ഡ്രാമയ്ക്കൊന്ന് റെഫർ ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ ഒന്ന് ആലോചിച്ച് പിടികിട്ടി പറഞ്ഞുതരാം. മതി, പതിയെ മതി. പതിയെ മതി എന്ന് പറയുമ്പോൾ അത്ര നീണ്ടു പോകരുത്. ഒരു 1-2 ദിവസം. ഓക്കെ, മോനിപ്പോൾ ചെല്ല്, ബ്രേക്ക് കഴിഞ്ഞു. അങ്ങനെ ഇവർ കുറേ ഐഡിയാസ് തപ്പി പിടിച്ച് 3 പേരും കൂടെ കൂടിയിട്ട് കുറേ ഇങ്ങനെ പ്രയോഗിക്കും. പക്ഷെ ഒന്നും നടക്കില്ല, എല്ലാം ഫ്ലോപ്പ് ആവും. അങ്ങനെ ഇരുന്ന് വൺ ഡേ. അളിയ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നതാടാ? നിന്റെ മോൻ കണ്ടിട്ട് ഏതോ ജീവിതകാര്യം തോന്നുന്നു. എന്നാ? എടാ, എനിക്ക് ഇന്ന് ഒരു തുണിയില്ലാത്ത സത്യം മനസ്സിലായി. എന്നതാടാ? ഇനി എൻ്റെ മീനുവിന് നമ്മളറിയേണ്ട വേറെ ആരെങ്കിലും ഉണ്ടോടാ? അയ്യോ, എനിക്ക് സഹിക്കാൻ വയ്യേ. ഈ മീനുടെ കാര്യമൊന്നുമില്ല, അവളൊക്കെ സേഫാ. എടാ, അയ്യോ, ഞാൻ ഇത് പറഞ്ഞാൽ നിന്നെ കൊല്ലുവോ? എന്നതാടാ? നീ എൻ്റെ പെങ്ങളെ കെട്ടിത്തരുമെന്നല്ലോ ചോദിക്കാൻ നിൽക്കണത്? വേറെ കാര്യമില്ലേ? നീ ഒന്ന് ചോദിക്കാം അങ്ങോട്ട്. ആളിയാ, എങ്കിൽ ആ കാര്യം തന്നെ. എടാ, നിൻ്റെ പെങ്ങളെ എനിക്ക് കെട്ടിത്തരുമോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിൻ്റെ പെങ്ങളെ. നായേ, നിനക്ക് സ്നേഹിക്കാൻ വേറെ ആരും കിട്ടിയില്ലേ? ഹലോ, എങ്ങോട്ടാ കയറി പോണത്? നീ എൻ്റെ പെങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എന്നാ പറഞ്ഞത്? ഞാൻ സപ്പോർട്ടല്ലേ ചെയ്തത്, ഇങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നീ ഒരു തക്കിടുവല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞത് ഫണ്ട്. പിന്നെ നിനക്ക് എൻ്റെ പെങ്ങളെ ഇഷ്ടമാണോ? നമുക്ക് സെറ്റാക്കാന്നേ, അതൊന്നും ടെൻഷൻ വേണ്ട. ഞാനും ഫണ്ണാക്കി എടുത്തത്. അപ്പം ഡീല്, ഓക്കെ? ടാലന്റിനോ പാടച്ചതല്ലേ, ടുവാലിപ്പ ചിരിച്ചതല്ലേ, കോൾക്കേനോ തിളച്ചതല്ലേ, നീ ഓക്കേ സൊല്ലേ.